വിറ്റമിൻ ഡി എന്താണ് ഇതിൻ്റെ ഗുണം? ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ക്ലിയർ ചെയ്ത് തരാം. ആദ്യം ഞാൻ ഇതിൻ്റെ ഗുണം പറയാം. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ ബോണിനെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും, ആൻഡ് നമ്മൾ മസിൽ ഫങ്ഷൻ ആൻഡ് നമ്മളെ മൂഡിനെ വരെ ഇമ്പ്രൂവ് ചെയ്യും. അടുത്തുള്ളൊരു ഡൗട്ടാണ്, ഈ വിറ്റമിൻ ഡി നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടാറില്ലേ? അതെ, നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടും. നമുക്ക് ഈ ഫാറ്റി ഫിഷ്, ഓർഗൻ മീറ്റ്സ് അല്ലെങ്കിൽ സൺലൈറ്റിൽ നിന്ന് വരെ കിട്ടും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ മെജോറിറ്റി ആൾക്കാർക്കും ഈ കൃത്യമായ അളവിലല്ല നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി അറൌണ്ട് 80 to 90% ഓഫ് ഇന്ത്യൻസ് ആർ സ്റ്റിൽ ഡെഫിഷ്യൻ്റ് ഇൻ വിറ്റമിൻ ഡി. അടുത്ത ഏറ്റവും വലിയ ഡൗട്ടാണ്, ഈ വിറ്റമിൻ ഡിയിൽ ഏത് ടൈപ്പാണ് കഴിക്കേണ്ടത്? അതിൻ്റെ ആൻസറാണ് വിറ്റമിൻ D3. കാരണം വിറ്റമിൻ ഡിയിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സോള്യൂബിൾ ഫോമാണ് വിറ്റമിൻ D3. സോ എൻ്റെ അടുത്ത ഡൗട്ടാണ് വിറ്റമിൻ D3യുടെ ഡോസേജ് എങ്ങനെയാണ്? സോ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് 600 യൂണിറ്റ് ക്യാപ്സ്യൂൾ വെച്ച് ഡെയിലി കഴിക്കാം. സോ അടുത്ത ലെവലിലോട്ട് പോവുകയാണെങ്കിൽ 60,000 യൂണിറ്റ് ക്യാപ്സ്യൂൾ വൺസ് പെർ വീക്ക് ഒരു 8 ആഴ്ച കഴിക്കാം. പക്ഷേ ഈ 8 ആഴ്ച കഴിച്ച് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ വിറ്റമിൻ ഡിയുടെ ലെവൽ ഡ്രോപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത്ലി വൺസ് ഒരു 60,000 യൂണിറ്റ് ക്യാപ്സ്യൂൾ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് നമ്മൾ എപ്പോഴാണ് കഴിക്കേണ്ടത്? വിറ്റമിൻ ഡി ഒരു ഫാറ്റ് സോളിബിൾ ആയതുകൊണ്ട് ഫാറ്റുള്ള മീലിലൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, എസ്പെഷ്യലി ലഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ്. അടുത്ത ഏറ്റവും വലിയ മേജർ കാര്യം, ഇത് എല്ലാവർക്കും സപ്ലിമെൻറ്റ് ചെയ്യാമോ? ഒരിക്കലും ഇല്ല. കാരണം വിറ്റമിൻ ഡി ഒരു ഫാറ്റ് സോളിബിൾ വിറ്റമിൻ ആയതുകൊണ്ട് ഇത് ബോഡിയിൽ സ്റ്റോർ ചെയ്യും. സോ ഇത് എക്സസ് ആയാൽ നമുക്ക് സീരിയസ് ഇഷ്യൂസ് വരും. നമുക്ക് കിഡ്നി ഡാമേജ് വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഈസ്, നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് വിറ്റമിൻ ഡിയുടെ ലെവൽ ലോ ആണെങ്കിൽ മാത്രം സപ്ലിമെൻറ്റ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.